അവനെ കൈക്കണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ എന്തു കൊടുത്തു? അവൻ അധികാരം കൊടുത്തു. നിന്നെ ദൈവമാക്കി വച്ചിരിക്കുന്നത് അധികാരിയായിട്ടാ. ഹല്ലേലൂയ. ഒരു വിഷമം വരുമ്പോ, ഒരു വിഷയം വരുമ്പോ, ജീവിതം വലിയ പ്രശ്നങ്ങൾ അകപ്പെടുമ്പോ, മുറി പൂട്ടിയിരുന്ന് പായ വിരിച്ച് മുട്ടുകുത്തി അയ്യോ എല്ലാം പോയെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിന് മുൻപ് സ്വർഗത്തിലേക്ക് നോക്കി ദാവീദിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കാൻ എത്ര പേർക്ക് പറ്റും? ദാവീദിനെ പോലെ എന്ന് പറയാൻ. ഹല്ലേലൂയ. ഞാൻ നിന്റെ മകനാ, ഞാൻ നിന്റെ മകളാ. ഹല്ലേലൂയ. ഇന്നിവിടെ വേദനിച്ചു വന്നവരുണ്ടായിരിക്കും, തകർന്നു വന്നവരുണ്ടാകും, ജീവിതത്തിൽ എല്ലാ ലക്ഷ്യവും നഷ്ടപ്പെട്ടവരുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളോട് പറയാൻ എനിക്കൊരൊറ്റ കാര്യമേ ഉള്ളൂ. അപ്പൻ നിങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ ജീവിക്കുന്ന, സകലത്തെയും ഭരിച്ചു വാഴുന്ന ഒരപ്പൻ നിങ്ങൾ കൊണ്ടായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അധികാരത്തോടെ പ്രശ്നങ്ങളെ നോക്കി വിളിച്ചു പറയാം. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും, മിണ്ടിക്കെ ബാക്കിലിരിക്കുന്നവർ വരെ പറ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും. ഇത് പറഞ്ഞ പോരത് ചെയ്യാൻ പോവുകയാ. കുരുടന്റെ കാഴ്ച കിട്ടുന്നത് ഞാൻ കണ്ടു, ചെകിടന്റെ കേൾവി കിട്ടുന്നത് ഞാൻ കണ്ടു, മുട്ടന്റെ എഴുന്നേൽക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ എന്റെ രോഗം മാത്രം സൗഖ്യമായില്ല. സാരമില്ല, അവന് സൗഖ്യമാക്കാൻ മനസ്സില്ലെങ്കിൽ സൗഖ്യമാകാൻ എനിക്ക് മനസ്സുണ്ട്. ഓ ഹല്ലേലൂയ. അവന് തരാൻ എനിക്ക് മനസ്സില്ലെങ്കിലും പിടിച്ചു വാങ്ങാൻ എനിക്ക് മനസ്സുണ്ട്. ഹല്ലേലൂയ. എന്താ സിസ്റ്റർ ഇങ്ങനൊക്കെ പറയുന്നത്? ദൈവത്തിന് തരാൻ മനസ്സില്ലെങ്കിൽ എനിക്ക് അങ്ങനെ കിട്ടും. കാരണം വചനം പറയുന്നു, ബലാത്കാരികൾ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. അപ്പോഴും നിങ്ങൾ ചോദിക്കും, എന്താ സിസ്റ്റർ ഈ പറയുന്നത്? ദൈവത്തെ, സ്വർഗരാജ്യത്തെ എങ്ങനെ ഒരു മനുഷ്യനെ ബലാത്കാരം ചെയ്യാൻ പറ്റും? അതിന്റെ അർത്ഥമാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. ദൈവത്തിന് സന്തോഷമേ ഉള്ളൂ പ്രാപിക്കുമെന്ന ഉറപ്പോടെ, പ്രാപിക്കേണ്ടവനാണ് ഞാനെന്ന വിശ്വാസത്തോടെ, പ്രാപിക്കാൻ തക്കതായി രക്തസ്രാവക്കാരിയായ സ്ത്രീയെ പോലെ ഒന്ന് ബലാത്കാരേണ ഇത് പ്രാപിക്കാണെങ്കിൽ, സ്വർഗം നിന്നെ പറ്റി സന്തോഷിക്കും. സ്വർഗം നിന്നെ പറ്റി സന്തോഷിക്കും. ദൈവത്തിന്റെ പ്ലാനിൽ ഇന്ന് നിനക്ക് അത്ഭുതം ലഭിക്കണമെന്ന് കാണത്തേയില്ല. പക്ഷെ നീ ഒന്ന് എഴുത, ഇന്ന് ഞാൻ പ്രാപിക്കാതെ മടങ്ങത്തില്ല, ഇന്ന് എന്റെ ജീവിതം മാറാതെ ഞാൻ പോകത്തില്ല. ഇന്ന് ദൈവം എനിക്കിത് കൊണ്ടുവന്നാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാനിന്നത് പ്രാപിക്കാതെ പോകത്തില്ല. കൃപയൊഴുകട്ടെ യേശുവിന്റെ നാമത്തിൽ.